നമ്മുടെ കാപ്പിപ്പൊടി വെച്ചിട്ടുള്ള സിമ്പിൾ ഫേഷ്യൽ കഴിഞ്ഞപ്പോൾ മുഖത്തിൻ്റെ ഒരു ബ്രൈറ്റ്നസ് കണ്ട. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ കാപ്പിപ്പൊടി വെച്ചിട്ട് അടിപൊളി ഒരു ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാളെ ഞങ്ങളുടെ മോൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. കുഞ്ഞുമോൻ എല്ലാവർക്കും അറിയാമല്ലോ, അവൻ്റെ 3ാമത്തെ വയസ്സ് ഇന്നാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഫംഗ്ഷനായിട്ട് നാളെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മിക്കതും നമ്മുടെ ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ചെയ്യണത്. അപ്പോൾ എനിക്ക് കാപ്പിപ്പൊടിയുടെ പാക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ആണ് ഞാൻ കൂടുതലും ഒരു കാര്യങ്ങൾ ചെയ്യുക. ത്രെഡിങ് മാത്രമാണ് പുറത്ത് പോയിട്ട് ചെയ്യുന്നത്. അത് ഇന്നലെ പോയിട്ട് ചെയ്തിങ്ങനെ സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അത് മാത്രമാണ് ഞാൻ പുറത്ത് പോയിട്ടൊന്ന് ചെയ്യണ ഒരു കാര്യം. അപ്പോൾ നമുക്ക് കാപ്പിപ്പൊടി വെച്ചിട്ട് നമുക്കൊരു ഫംഗ്ഷനിൽ എങ്ങനെ തിളങ്ങാന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. കാപ്പിപ്പൊടിയുടെ ഒരുപാട് പാക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 2-3 സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ വീഡിയോ ഇച്ചിരി ലെങ്ത്ത് കൂടും. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാപ്പിപ്പൊടിയും തൈരും വെച്ചിട്ട് ക്ലെൻസിങ് ആണ് നമ്മൾ മുഖത്ത് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. നല്ലൊരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇരട്ടി ഒരു റിസൾട്ടാണ് കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് ശരിക്കും കാണുന്നത് നിങ്ങൾക്ക് നാളേക്കാണ് കേട്ടോ. ഇന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും, നാളത്തേക്ക് ഒത്തിരിയും കൂടി നല്ലൊരു റിസൾട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാപ്പിപ്പൊടി ഇട്ടു. നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലമൊന്നും മാറിയിട്ടുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ ഭയങ്കര മഴ, പിന്നെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ അവിടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ഒതുങ്ങി മാറി ഇങ്ങോട്ടേക്ക് പോന്നു. അപ്പോൾ നല്ല കട്ട തൈരാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാപ്പിപ്പൊടി ഇന്ന അളവൊന്നുമില്ല, ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടണം ആദ്യത്തെ ക്ലെൻസിങ് പരിപാടിക്ക്. ഇത് നമുക്ക് പാലിലും ചെയ്യാം കേട്ടോ. നമുക്ക് ഈ പാലിലും ഈ ഒരു പരിപാടി ചെയ്യാം. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടണം കേട്ടോ. നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് ഇതിനെ കിട്ടണം. അല്ലാതെ നമ്മൾ പൊടിയിട്ട് തൈരിട്ട് അപ്പം തന്നെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ട നമ്മളൊരു ചോക്ലേറ്റിൻ്റെ ഒരു പരുവത്തിലേക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ രാത്രിയിൽ പിടിച്ച മഴ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. മഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പോൾ പേടിയാവണ പോലെയാണ്. എനിക്കങ്ങനെ ഇടിവെട്ട് മഴയൊന്നും പേടിയില്ലാത്തതാണ്, പക്ഷേ ഇപ്പോഴത്തെ മഴയുടെ ശബ്ദം കേൾക്കുമ്പോണ്ടല്ലോ പേടിയാവുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി നമുക്ക് നൈസായിട്ടൊന്ന് ക്ലെൻസിങ് ചെയ്യാം കേട്ടോ. ഇത് അധികം നേരമൊന്നും നമുക്ക് ക്ലെൻസിങ്ങിൻ്റെ പരിപാടി വേണ്ട. ഒരു മസാജ് കൊടുക്കുക, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നാളത്തെ പരിപാടിക്ക് നമ്മൾ ഇന്നേ ഇത് ചെയ്ത് വെച്ചാലാണ് നാളെ ഇനി ഒന്നും ചെയ്യാനുള്ള നേരം കിട്ടില്ല. നാളെ ഫുള്ള് ബിസിയായി. അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ഞാൻ ഭയങ്കര ബിസിയാണ്. ഓരോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നാളെ ഈ പരിപാടി കൂടിയായപ്പോൾ പരിപാടി വൈകിട്ടാണെങ്കിലും പകലൊക്കെ നമുക്കിവിടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. നമ്മൾ കഴുത്തിലും കൂടി ഇടുന്നുണ്ട്. എനിക്ക് കഴുത്തിൻ്റെ അവിടെ വലിയ ഡാർക്കൊന്നുമില്ല, എന്നാലും ഞാനിത് കഴുത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും എടുത്തത് വേസ്റ്റാക്കി കളയണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് കയ്യുമ്മലേക്ക് വേണമെങ്കിൽ ഒക്കെ ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ പാലും തൈരും പറ്റാത്തവർ റോസ് വാട്ടറിൽ നമുക്ക് ഈ ഒരു പാക്ക് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ ഇനിയിപ്പോൾ കാപ്പിപ്പൊടി പറ്റാത്തവരും ഉണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പലരുടെയും സ്കിന്ന് പല ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും ഏത് സ്കിന്നാണോ നിങ്ങളുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ക്ലെൻസിങ്ങിനൊന്നും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇടുന്ന പാക്കെങ്കിലും ഇട്ടാൽ നല്ലതാണ് കേട്ടോ.
നമുക്ക് 5 മിനിറ്റ് നേരം ഇതൊന്ന് ഇട്ട് ഒന്ന് വലിയുമല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് ഇത് കഴുകി കളയാം. പിന്നെ ഒരു കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്ക്രബിങ് ചെയ്യണം. ഞാനിവിടെ ക്ലെൻസിങ് ആണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നത്തെ പാക്കുകളിലൊക്കെ നമ്മൾ സ്ക്രബിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഏത് നേരം നമ്മൾ സ്ക്രബിങ് കൊടുക്കാൻ പാടില്ല കേട്ടോ. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സ്ക്രബിങ് എന്ന പരിപാടി ആഴ്ചയിൽ ഒരു വട്ടയ്ക്കേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളത് മുന്നത്തെ പാക്കുകൾ ഞാൻ ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ സ്ക്രബ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ തൈരും കാപ്പിപ്പൊടിയും എടുത്തില്ലേ, അതിൽ കുറച്ചും കൂടി പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ആ സ്ക്രബിങ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇത് ഇടാം കേട്ടോ. ഈ നമ്മുടെ ക്ലെൻസിങ്ങിൻ്റെ പരിപാടി നമ്മൾ ക്ലെൻസിങ് എന്ന് വെച്ചാൽ മസാജും കൂടിയിട്ടാണ് നമ്മളിതിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കണില്ല, ചെയ്യണത് നല്ല വൃത്തിയിൽ ചെയ്യാനുള്ള പരിപാടിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം സ്ക്രബിങ് കൊടുക്കണം. സ്ക്രബിങ് ചെയ്യാത്ത ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ഒരു പാക്ക് പരീക്ഷിച്ച് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം മസ്റ്റായിട്ട് നിങ്ങൾ സ്ക്രബിങ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യണം കേട്ടോ. ചെയ്ത് നല്ല രീതിയിലൊന്ന് മസാജ് കൊടുക്കാം കേട്ടോ മുഖത്തേക്ക്. സ്ക്രബിങ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തത്തെ കരിവാൾപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ കറുത്ത് കുത്തുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സ്ക്രബിങ്ങിൽ അത് പോയി കിട്ടും. പിന്നെ നമ്മുടെ മസാജും പാക്കിങ്ങും ഒക്കെ ആകുമ്പോൾ നല്ലതാണ്. ഈ പാക്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2, 3, 4 തവണ വേണമെങ്കിൽ നമുക്ക് ഇടാവുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു ഗ്ലേസിങ്ങൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത് സ്ക്രബിങ് കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒത്തിരി കൂടി ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മളിവിടെ ഡെയിലി നമ്മൾ ഓരോ പാക്കുകളിവിടെ ചെയ്യുമ്പോൾ എല്ലാതും നമ്മൾ മുഖത്തിട്ടിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സ്ക്രബിങ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഓട്ടോമാറ്റിക്കലി കേടാവും. പക്ഷേ നിങ്ങൾക്ക് ചില പാക്കുകൾ നമുക്ക് ഇട്ട് കാണിക്കാതെ അതിൻ്റെ റിസൾട്ട് കാണാണ്ട് ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ക്രബിങ്ങിൻ്റെ പരിപാടി ഇവിടെ ചെയ്യാതിരുന്നത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് സ്ക്രബിങ് കൊടുക്കണം കേട്ടോ. അത് പഞ്ചസാര വലിയ തരിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ആദ്യത്തെ സ്ക്രബിങ് പരിപാടി ചെയ്യാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ക്ലെൻസിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ, ക്ലെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജും കൂടിയിട്ടാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഒരു വ്യത്യാസം കണ്ട. ഇവിടെ നമ്മൾ ഒരു ലൈറ്റിൻ്റെയും ഇതിട്ടിട്ടില്ല കേട്ടോ. നമുക്ക് സ്ഥലം മാറിയതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാപ്പിപ്പൊടിയുടെ ബാലൻസ് തന്നെയുണ്ട്. അപ്പോൾ അത് നമ്മളിതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ചേ ആവശ്യമുള്ളൂ നമുക്കിതിൽ. കാപ്പിപ്പൊടിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത്തിരി കൂടിയോണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. കാപ്പിപ്പൊടിക്ക് വേറെ നിങ്ങൾക്ക് അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് നമുക്കിവിടെ കണ്ട ഇതേപോലെ ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈസായിട്ട് ഗ്യാസിൻ്റെ അവിടെ നിന്ന് ചൂടാക്കിയിട്ട് ഒന്നിങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടി കട്ട പിടിക്കാതിരിക്കും കേട്ടോ. പലർക്കും നമുക്ക് ഇങ്ങനത്തെ പൊടികളാകുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾ, നമ്മുടെ നാടൻ മഞ്ഞൾ. അതൊരു പിഞ്ചേ വേണ്ടു, വല്ലാണ്ട് മുഖത്തേക്ക് വല്ലാതെ ഒന്നും വേണ്ട, ഒരു പിഞ്ച് അത്ര തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി പലർക്കും ഒരു പുകച്ചിൽ പോലെ എടുക്കില്ലേ. അപ്പോൾ അത് ഇതിൽ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അത് നിങ്ങൾ തുടക്കത്തിലേ നമുക്ക് അങ്ങനെ ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പാക്കിലും മഞ്ഞൾപ്പൊടി എടുക്കില്ല. പിന്നെ നമുക്ക് നമ്മുടെ തൈരാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് ചാലിക്കാൻ ആവശ്യമായിട്ടുള്ള തൈര് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടണം. അതിന് നോക്കിയിട്ട് നമ്മൾ എടുക്കാം കേട്ടോ, ഓവറാവാൻ പാടില്ല. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തേനും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ.
ഉണ്ട്. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യായാലും അത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. വെള്ളം പോലെ കിട്ടിയാലും അതും ദോഷം ചെയ്യും. ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയിൽ കട്ടയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലേക്ക് കിട്ടിയിട്ട് ഇതും കൂടി നമ്മുടെ മുഖത്തിട്ട് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ പരിപാടി തന്നെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖം നല്ലൊരു തിളക്കം വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇതും കൂടി കഴിഞ്ഞ് കാണുമ്പോൾ അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഇതിട്ടിട്ട് നമ്മൾ ഒരു 20 മിനിറ്റെങ്കിലും മുഖത്ത് വയ്ക്കണം കേട്ടോ. ആ നേരം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പണികൾ എടുക്കാം, അല്ലെങ്കിൽ ഫോൺ നോക്കാം, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ ഈ പാക്കുകൾ ഇടുന്ന നേരത്ത് വീടിൻ്റെ മുറ്റത്ത് ആരെങ്കിലും വരാതെ നോക്കിയാൽ മതി. അതാണ് കഷ്ടം. ആട്ട് നോറ്റ് ഒരു പാക്കിടാനൊക്കെ സമയമൊക്കെ കണ്ടെത്തിയിട്ട് വരുമ്പോഴുണ്ടല്ലോ അപ്പോൾ കോണിമല്ലടിക്കും. എൻ്റെ ഇവിടെ ആരെങ്കിലും പരിചയമില്ലാത്തവർ വരികയാണെങ്കിൽ പ്രശ്നമുള്ളൂ. പരിചയമുള്ളവർക്കാണെങ്കിൽ ഞാൻ ഇതിങ്ങനെ ഇട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ പോകും. നമുക്കൊന്നും അങ്ങനെ പറയേണ്ടി വരില്ല. അവർക്കറിയാം ഞാനിവിടെ എൻ്റെ ഈ പണി തുടങ്ങിയിരിക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യത്തെ സ്ക്രബിങ് ചെയ്യുമ്പോണ്ടല്ലോ ഈ അതുകൊണ്ട് നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, ചെയ്യാത്തവരുണ്ടെങ്കിൽ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കടലമാവ് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലമാവ് ചേർക്കുമ്പോൾ മുഖം വലിയാൻ ശ്രദ്ധിക്കണം. ഇതാകുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് വല്ലാണ്ട് വലിഞ്ഞ് ചുളിവ് വരാതെ നമ്മൾ നോക്കണം മുഖത്ത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലമാവ് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ പാക്കിന് നമുക്ക് ഗുണം കിട്ടില്ല. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സംസാരിച്ചാലും വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ പല പാക്കുകൾ ഇടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തതിന് ദോഷം വരുത്തിയിട്ട് എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഇച്ചിരി കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം ഈ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ മുഖം ഇവിടെയൊക്കെ വലിഞ്ഞു കേട്ടോ. ഇവിടെ നമ്മൾ രണ്ടാമത്തെ കോട്ട് ഇങ്ങനെ ബാക്കിയുള്ള കൂട്ടി കൊടുത്ത കാരണം ഒരു വലിയാനായിട്ടൊരു ബുദ്ധിമുട്ട്. പക്ഷെ നമുക്കൊരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് തുടച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ തുടച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കേട്ടോ നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഗ്ലേസിങ് എന്ന് നോക്കി നിങ്ങളിപ്പോൾ അടിപൊളി ഫേഷ്യൽ തന്നെ നമുക്ക് പറയാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എല്ലാ സെറ്റിങ്സും ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്തത് കൊണ്ട് സ്ക്രബിങ് ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്തത് കൊണ്ട് നിങ്ങൾ സ്ക്രബിങ് കൂടി കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളുടെ മുഖം അടിപൊളിയാണ്. നാളേക്ക് ഒന്നും കൂടി നല്ലൊരു ബ്രൈറ്റനിങ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ചില പാക്കുകളൊക്കെ നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ അപ്പോഴത്തെ നിങ്ങൾക്ക് തോന്നിക്കാറുള്ളൂ അല്ലേ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അപ്പോഴത്തെ ഒരു ഗ്ലേസിങ്ങുള്ള പിറ്റേ ദിവസത്തേക്ക് നമുക്കൊന്നും കാണില്ല. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നാളേക്കാണ്. ഇന്ന് ഇപ്പോൾ ഇത്രയ്ക്ക് ഉണ്ടെങ്കിൽ നാളേക്ക് ഇതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് റിസൾട്ട് കാണും കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി പറ്റാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവ് ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. അതിൽ കൂടെ തേനും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. അത് അവരവരുടെ സ്കിന്നിനനുസരിച്ച് ഞാൻ എപ്പോഴും പറയുന്നു, അവരവരുടെ സ്കിന്നിന്. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മഞ്ഞൾപ്പൊടി കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അതിന് പുകച്ചിലുണ്ടെങ്കിൽ അത് മുഖത്തേക്ക് ദോഷം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇതൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു മോയ്സ്ചറൈസ് മുഖത്ത് തേക്കുക കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴയുടെ ജെല്ലുണ്ടെങ്കിൽ അത് മാത്രം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്തായാലും തേക്കണം എന്നുള്ള കാര്യം മസ്റ്റാണ്.
പിന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് വെയിലൊന്നുമില്ല, പക്ഷേ സൺസ്ക്രീൻ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ അത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങണില്ലെങ്കിലും നമുക്കത് അത്യാവശ്യമാണ് കേട്ടോ. ഇനി നമ്മുടെ വീഡിയോ എടുക്കൽ കഴിഞ്ഞപ്പോൾ ഇവിടത്തെയൊക്കെ നോക്കിയാൽ നല്ല കളറാണ്, നമ്മൾ ആ ഇട്ട ഒരു ഭാഗം തന്നെ. നല്ലപോലെ മുഖം ഒന്ന് വൃത്തിയിൽ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്ത് നോക്കിക്കോട്ടെ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.